ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ദക്ഷിണ കർണാടകത്തിൽ കുദ്രോളി എന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഭൂരിപക്ഷവും ബില്ലവ സമുദായക്കാരാണ് ജീവിക്കുന്നത്. ബില്ലവർ അവർണജാതിക്കാരായിട്ടാണ് കരുതപ്പെടുന്നത്. പണ്ടുകാലത്ത് കേരളത്തിലുണ്ടായിരുന്നതുപോലെ ഉള്ള അയിത്താചാരണവും മറ്റും ആ നാട്ടിൽ ഉണ്ടായിരുന്നു. ഉയർന്ന ജാതിക്കാരിൽ നിന്നുള്ള ആട്ടും അപമാനവും മറ്റും ഈ ബില്ലവർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും അവർ സാമ്പത്തികമായി നല്ല നിലയിൽ കഴിയുന്നവരുമായിരുന്നു. ഗുരുദേവന്റെ കാലത്ത് ബില്ലവ പ്രമാണിമാർ ചേർന്ന് അവിടെ അവർക്കായി ഒരു ക്ഷേത്രം പണിതു. അതിൽ പ്രതിഷ്ഠ നടത്തുന്നതിന് ആയി അവർ ബ്രാഹ്മണരെ ക്ഷണിച്ചു. എന്നാൽ ബ്രാഹ്മണർക്ക് അവർണജാതിക്കാർക്ക് ക്ഷേത്രമുണ്ടാകുന്നത് ഇഷ്ടമായിരുന്നില്ല. ക്ഷേത്രവും മറ്റും ഉണ്ടായാൽ അവർണർ സവർണരെ പോലെ ഉയർച്ചയെ പ്രാപിക്കും എന്നുള്ള ഒരു ശങ്ക അവരിൽ ഉണ്ടായിരുന്നിരിക്കാം. ക്ഷേത്രം പണിതു വെച്ചു, ദേവപ്രതിഷ്ഠ നടത്താനോട്ട് കഴിയുന്നുമില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ബില്ലവർ വളരെ ദുഃഖിതരായി കഴിയുകയായിരുന്നു. അങ്ങനെയിരിക്കെ ബില്ലവ സമുദായത്തിൻ്റെ നേതാക്കൾക്ക് ഗുരുദേവനെപ്പറ്റി അറിവ് കിട്ടി. ഗുരുദേവൻ കേരളത്തിൽ അവർണ സമുദായങ്ങൾക്ക് ക്ഷേത്രമുണ്ടാക്കി പ്രതിഷ്ഠ നടത്തി കൊടുക്കുന്നതായി അവർ അറിഞ്ഞു. ഉടനെ അവർ ശിവഗിരിയിൽ വന്ന് ഗുരുദേവപാദങ്ങളിൽ പ്രണമിച്ച് തങ്ങളുടെ ക്ഷേത്രത്തിൽ വന്ന് ദേവപ്രതിഷ്ഠ നടത്തി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു. ഗുരുദേവൻ സ്വസന്തോഷം അവരോടൊപ്പം കുദ്രോളിയിൽ പോയി അടുത്ത മുഹൂർത്തത്തിൽ ഗോകർണനാഥനായ ശിവനെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ഗുരുദേവന്റെ ആഗമനം അറിഞ്ഞ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി ആയിരങ്ങൾ അവിടെ തടിച്ചുകൂടി. ആ കൂട്ടത്തിൽ ഊമയായ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഗുരുദേവൻ അവളെ അരികിൽ വിളിച്ച് ഗുരുദേവൻ കുടിച്ചുകൊണ്ടിരുന്ന കാപ്പി അവൾക്ക് കുടിക്കാനായി കൊടുത്തു. അതിനുശേഷം അവളുടെ പേര് ചോദിച്ചു. ആ കുട്ടി ഉടനെ അവളുടെ പേര് പറഞ്ഞു. ഊമയായവൾ സംസാരിക്കുന്നത് കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടു. കുദ്രോളിയിലെ ക്ഷേത്രം സമുദ്രതീരത്തായതിനാൽ അവിടെ ശുദ്ധജലം കിട്ടുക പ്രയാസമായിരുന്നു. എവിടെ കിണർ കുഴിച്ചാലും ഉപ്പുരസമുള്ള വെള്ളം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ഗുരുദേവൻ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് കിണർ കുഴിച്ചപ്പോൾ ഉപ്പുരസമില്ലാത്ത ശുദ്ധജലവും ലഭ്യമായി. ആ നാട്ടുകാർ ഗുരുദേവനോടുള്ള അവരുടെ ആദരവ് പ്രകടിപ്പിക്കാനായി ഗുരുദേവന്റെ വിഗ്രഹമുണ്ടാക്കി വെച്ച് പൂജിക്കുവാനും തുടങ്ങി. ആദ്യമായി ഗുരുദേവ വിഗ്രഹം വെച്ച് ആരാധന തുടങ്ങിയത് കുദ്രോളിയിൽ ആണ് എന്ന് പറയപ്പെടുന്നു. നമസ്കാരം.